Welcome back to Amritwani Live Speed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan at Easter. Judges, Yes. നമുക്ക് ഓർക്കസ്ട്രയ്ക്ക് പണി കൊടുക്കാൻ സമയമായിരിക്കുന്നു. Oh Groove my God. round. Yes. അങ്ങനായോ? ഓർക്കസ്ട്ര റെഡി? എല്ലാരും ഇങ്ങനെ ഓടോടോ. Okay, so let's welcome Ajal. Yay! മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ ഇരുളുമി ഏകാന്തരാവിൽ തിരിയിടും വാർത്തിങ്കളാക്കാം. മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം. ഒരു മുളം തണ്ടായി നിൻ ചുണ്ടത്തെ നോവുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാനേറ്റു വാങ്ങാം. ഒരു കുളിർ താരാട്ടായി നീ വാർക്കും കണ്ണീരിൻ കാണാപ്പു മുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ കവിളിലെ കാണാനിലാവിൽ കനവിൻ്റെ കസ്തൂരി ചാർത്താം. മിഴിയിലെ ശോകാർദ്രഭാവം മധുരിക്കും ശ്രീരാഗമാക്കാം. എരിവയിൽ ചായും നിന്മാടത്തിൻ മുറ്റത്തെ വന്താരക്കൊമ്പത്ത് മഞ്ഞായി ഞാൻ മാറാം. കിനാവിൻ്റെ കുന്നിക്കുരുത്തോല പന്തൽ മേലഞ്ഞിട്ട് മംഗല്യത്താലിയും ചാർത്താം. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി
തലോടിടാം നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം ആരാരിരം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ ഗുഡ് ഗുഡ്. അജൽ എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സർ. അജലേ സാർ, കാര്യത്തിലേക്ക് വരൂ. ഇത് കന്മദം എന്ന മൂവിയിലെ സോങ് ആണ്. മ്യൂസിക് ചെയ്തെങ്കിൽ രവീന്ദ്ര മാസ്റ്റർ, ലിറിക്സ് എഴുതിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് കെ ജയശുദാസ് സാർ. ദാസേട്ടന്റെ കാര്യം ഞാൻ ഇങ്ങനെ ഓർത്തുപോയി. എത്രത്തോളം പാട്ടുകളാ പാടിയേക്കുന്നത്, ഒരു നിവൃത്തിയില്ല. എന്താ നമ്മുടെയൊക്കെ അഭിമാനമാണ് ദാസൻ. ആ ഒരു ശബ്ദം വെച്ച് എത്ര പാട്ടുകളല്ലോ. അതെ മക്കളെ ചക്കര അജലേ സാർ, നന്നായിട്ട് പാടിയ. താങ്ക് യു സാർ. എനിക്ക് നിലാവല കയ്യാൽ അതൊന്ന് പാടാമോ? നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം തലോടിടാം. അതാ പറഞ്ഞ ഞാൻ ആ വികാരം ഉൾക്കൊണ്ട് ആ ലിറിക്ക് എന്താണ്, ആ ഭാവം, ആ വാക്ക് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുക്ക്. തലോടലല്ലേ, ഞെക്കിക്കൊല്ലല്ലോ. അപ്പം അതൊക്കെ ഇതേ തോന്നിയുള്ളൂ. അതിലെ ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. പിന്നെ വലിയ എന്താ പറയുക, ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു റിസ്കി ഗ്രൂവ് അല്ലായിരുന്നു നിങ്ങളുടെ ഓർക്കസ്ട്രക്കാർ നിങ്ങൾക്ക് തന്ന. അവരടുത്ത് താങ്ക്സ് പറയാം പ്രത്യേകിച്ച്. എന്താ പറഞ്ഞത്? ഗ്രൂപ്പ് അല്ലാന്നോ? ഇല്ല, എനിക്ക് തോന്നുന്നത് അവർക്കായിരുന്നു റിസ്ക് അത് വായിക്കാൻ. നിങ്ങൾക്ക് പ്രോബ്ലം അല്ല, വെച്ച് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കൃത്യമായിട്ട് പാടി. അവസാനമായപ്പോൾ ശ്വാസം നിന്ന് പോകാതെ നോക്കിയാണ് കേട്ടോ. ചക്ക, ആ പല്ലവി ഒന്ന് പാടാമോ? മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ ഒരു ഇതേ ഒരു ഗ്രൂപ്പ് സെറ്റപ്പ് ഉള്ള വേറൊരു പാട്ട് പറയാമോ? കാര്യം നിങ്ങളൊക്കെ പാട്ട് കൂടുതൽ കേൾക്കുന്ന ആളുകളല്ലേ. അല്ല, അറിയാമോ നിനക്ക്? ഇല്ല സാർ, അറിയത്തില്ല. നീലക്കടമ്പുകളിൽ ഇല്ല സാർ, കേട്ടിട്ട്. നീലക്കൺ പീലികളിൽ ഏതപൂർവചാരുത ഏതപൂർവനീലിമ. പാട്ട് രവീന്ദ്ര മാസ്റ്ററിൻ്റെ ആണ്. അത് പുലരോളിയും തിൻകതിരോളിയും അതല്ല തിരക്കെടുത്തം ഒരു 4 തിരക്കെടുത്തമാണ് അതിൽ. ഇതൊക്കെ കേൾക്കണം. അത് തന്നെയാണ് ഇതിലും. വേറെ ഒരു സെറ്റപ്പ് ആന്നേ ഉള്ളൂ. അത് ദാസേട്ടൻ പാടി വെച്ചത് നീലക്കടമ്പല്ലോ, വലിയ കടമ്പാ. എൻ്റെ അമ്മോ, നീലക്കടമ്പ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ സോങ് ആണ്. ആയിരിക്കടാ. അതിനകത്താണ് ദീപം കയ്യിൽ നീലക്കുറിഞ്ഞി പൂക്കും. അതിനകത്താണ്. അല്ലേ, ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരോ കൊളുത്തിയോരായിരം കണ്ണുള്ള ദീപം ദീപം. ആ പാട്ട് ഈ പടത്തിലാണ്. നിന്നെ വേറൊന്നുമില്ലല്ലോ. അതായിരുന്നു ചോദ്യം എൻ്റെ. അത് നീ തോറ്റു, ഞാൻ ജയിച്ചു. അപ്പോൾ അതിലെ നന്നായിട്ട് തന്നെ പാടിയാണ്. നല്ലൊരു പാട്ട്, കൂളായിട്ട് നിന്ന് പാടി. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ കളയുക. ഇപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറയാം, മലയാള ഭാഷ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഓരോ വാക്കിനും എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളൊരു ഒരു പാട്ടുകാരൻ എന്താണ് ആ വാക്കിന് കൊടുക്കേണ്ട ഒരു വികാരം എന്ന് മനസ്സിലാക്കി പാടുക. അപ്പോൾ കുറേയും കൂടെ സോൾഫുൾ ആയിരിക്കും നിങ്ങളുടെ റെൻഡറിങ്. അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്രേ. താങ്ക് യു സാർ. അജലേ സാർ, അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അടിപൊളി സിനിമ, അടിപൊളിയാണ്. ഉഗ്രൻ സോങ് സെലക്ഷൻ ആടാ. എന്തൊരു പാട്ട്, എന്തൊരു പാട്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി ഈ ഷെഡ്യൂളിലൊന്നും നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കേ നമ്മളിനി അവിടെ ശ്രുതി പോയി ഇത് പോയി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ആ ഒരു ഏരിയ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ഷോയുടെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആണ് മെയിനായിട്ട് മനസ്സിലാക്കുക.
ഒന്ന് ചെറിയൊരു സ്മൂത്തനിങ് ആവാമെന്ന് എനിക്ക് തോന്നി. കുറച്ചൊരു എനിക്കൊന്ന് ടെൻഷൻ കൊണ്ടാണോ, പ്രത്യേകിച്ച് മൂവന്തി താഴ്വരയിൽ ആ പ്ലാനൊക്കെ ഉണ്ടല്ലോ, ടെൻഷൻ്റെ അത് ടെൻഷൻ്റെ അത് കുറച്ചുകൂടി സ്മൂത്ത് ആവാം. കാരണം ഇതിൽ അങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കുറേ ഭാഗങ്ങൾ അജൽ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അജലെ നല്ല രസമുണ്ട്. നല്ല ഇപ്പോൾ ഒരു സീസൺഡ് സിംഗറായിട്ട് മാറിയിട്ടുണ്ട് അജൽ. അജൽ ഹായ് മാം. മോനെ, നല്ല പാട്ട് സെലക്ഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെലക്ഷൻ. ആ ഫസ്റ്റ് പല്ലവിയിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് തോന്നി. ആ ഫുൾ പല്ലവിയിൽ ഒരു താളത്തിൻ്റെ ഒരു എങ്ങനെയെങ്കിലും ആ സ്പീഡിലേക്ക് ആവണമല്ലോ. കാരണം ശ്വാസം കിട്ടാണ്ടുള്ള ഒരു വെപ്രാളം ആ വോയിസിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് അജലിന് ആ പ്രോബ്ലം ഇല്ല, പക്ഷെ എന്നാലും ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുക, നന്നായി പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. അജലിന് 3 മാർക്ക്. 0.3. 9.3 ചേച്ചി. അജൽ മാം. 9.3 മാർക്ക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക. അജലെ സാർ. ഓക്കെ, Thank you. ടോട്ടൽ 18.6. താങ്ക് യു. സൂപ്പർ. ഓക്കെ, ഓക്കെ ബൈ. സൂപ്പർ സ്റ്റാർ.